എം.എൻ. വിജയൻ മാഷ് പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. തോറ്റവരുടേത് കൂടിയാണ് ലോകം. ജയിച്ചവരുടെ മാത്രമല്ല, തോറ്റവരുടേത് കൂടിയാണ് ലോകം എന്ന് വിജയൻ മാഷ് വളരെ കുറെ മുമ്പ് തന്നെ ഒരു ഇതേപോലെ 10ാം ക്ലാസ് +2 പരീക്ഷയിലെ വിജയികളെ അനുമോദിക്കുന്ന ഒരു യോഗത്തിലെ പ്രസംഗം തുടങ്ങുന്ന വാചകമാണ്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. പിന്നെ ഇപ്പോഴുള്ള ഈ വിജയം മാഷ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന ജീവിതത്തിലെ കൂടുതൽ വരുന്ന ചലഞ്ചുകളെ ഏറ്റെടുക്കാനുള്ള ഒരു ഊർജമായിട്ട്, ഒരു സ്പ്രിംഗ് കോഡായിട്ട് ഇത് മാറട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ നിങ്ങളൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ വിജയം നേടാനുമുള്ള സൗകര്യം കിട്ടിയവരാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല. നിങ്ങളൊക്കെ വളരെ സൗകര്യത്തോടുകൂടി വളരെ സന്തോഷകരമായി എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ് പഠിച്ചു വന്നവരാണ് എന്നല്ല ഉദ്ദേശിച്ചത്. അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ അല്ലാത്ത പുസ്തകങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട്? ചോദ്യം മാറ്റേണ്ടി വരുമോ? വായിക്കുന്നവർ കുറെ ഉണ്ടാവും. എന്നാലും ഇപ്പൊ ഞാൻ കൈ കൊണ്ടിച്ചിട്ട് അബദ്ധമാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഓക്കെ കുറിച്ച് ഒരാളെങ്കിലും വളരെ ധൈര്യത്തോടെയാണ് ആകർഷിക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. മാഷ് പറഞ്ഞില്ലേ, നമ്മളെ അറിയില്ല. നിങ്ങളുടെ കഴിവുകളെ നിങ്ങളല്ലാതെ വേറെ ആര് പ്രോത്സാഹിപ്പിച്ചിരിക്കണം? നിങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ എനിക്കത് പറ്റും, എനിക്ക് ആ കഴിവുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റൂ. ശരി, അപ്പൊ ഞാൻ ചോദ്യം കൂടി ആവർത്തിക്കട്ടെ. പഠിക്കുന്നതല്ലാത്ത പുസ്തകം വായിക്കുന്ന എത്ര പേര് ഇത് കാണാൻ കുറച്ച് കൈകൾ കൂടി പോകുന്നു? ശരി, ഇനി എന്തായാലും ഞാൻ ആവർത്തിക്കുന്നില്ല. വളരെ സന്തോഷം. അതിനടുത്തത് എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കാൻ? നോവലുകളുണ്ട്, നാടകങ്ങളുണ്ട്, യാത്രാവിവരങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പലരും വായിക്കാറുണ്ട്, പലരും വായിക്കാറില്ല. ഇരിക്കട്ടെ. ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഈ സ്കൂള് അല്ലെങ്കിൽ കോളേജ് ഇതിൽ നിന്നുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു കാര്യം മാത്രമേ ആവുള്ളൂ. നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങളിൽ വളരെ ഒരു ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് ഈ കോളേജുകളിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ പകർന്നു തരാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളത് എങ്ങനെ കിട്ടും? വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ വയസ്സന്മാരെ മാതിരി പുസ്തകം വെച്ച് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ കാലം പോയി ഇല്ലേ? പുസ്തകത്തിൽ വായിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും? പ്രിന്റഡ് ബുക്ക് വായിക്കുന്ന എത്ര പേരുണ്ടാവും? ചിലപ്പോൾ ആരുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രൂപങ്ങളും മാറും. ഇന്നൊരു പക്ഷേ നെറ്റിലായിരിക്കും വായിക്കുന്നത്, നമ്മുടെ ഗാഡ്ജറ്റ്സിലായിരിക്കും വായിക്കുന്നത്. എന്തിനോ വായന എന്നുള്ളതാണ് പ്രധാനം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നിങ്ങളൊക്കെ സായിനാഥ് കേട്ടിട്ടുണ്ടോ? പി സായിനാഥ്. എന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ പേര് സായിനാഥ് എന്നാണെന്ന് അതല്ല ചോദിച്ചത്. പി സായിനാഥ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി കേട്ട ആരെങ്കിലും? ഗുഡ്. ആരെങ്കിലും കൈ കുറച്ചുപേരൊക്കെ കൈ പിടിച്ചു. പി സായിനാഥ് കേട്ടിട്ടുണ്ട് പലരും അല്ലേ? ശരി, ഞാൻ തന്നെ പറയാറില്ല, സമയം ലാഭിക്കാൻ. പി സായിനാഥ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരാളാണ്. ബി.ബി. ഗിരി കേട്ടു. ബി.ബി. ഗിരി കേട്ടു. ബുദ്ധിമുട്ടാവില്ല, പക്ഷേ ബി.ബി. ഗിരി കേട്ടില്ല. ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റായിരുന്നു. വൈസ് പ്രസിഡന്റായിരുന്നു, പിന്നെ പ്രസിഡന്റായാണ് ബി.ബി. ഗിരി. ബി.ബി. ഗിരിയുടെ പേരക്കുട്ടിയാണ് പി സായിനാഥ്. ഈ സായിനാഥ് എന്ന് പറയുന്നയാള് പോട്ടെ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പേപ്പർ കേട്ടോ. സമാധാനം. ഈ ഹിന്ദു പത്രത്തിലെ റൂറൽ അഫയേഴ്സിന്റെ എഡിറ്റർ ആയിരുന്നു കുറെ കാലം സായിനാഥ്. അതൊന്നല്ല കേട്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി അമർത്യാസേൻ കേട്ടു. അത് കേട്ടു. അമർത്യാസേൻ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു നിരീക്ഷണമുണ്ട് ഈ സായിനാഥിനെ കുറിച്ച്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ദാരിദ്ര്യത്തെയും പട്ടിണിയെയും കുറിച്ച് പഠിക്കുന്ന ഏറ്റവും വിദഗ്ധനായ ഒരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ പിന്നെ ആരുടെ കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറെ ആൾക്കാരെ
ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ മാത്രം പറഞ്ഞിട്ട് വിശ്വാസമാവാതിരിക്കേണ്ട, എന്താ വിശ്വാസമാവാതിരിക്കേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും ഈ സായിനാഥിന്റെ ഒരു പുസ്തകവും എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട് എന്നാണ് അതിന്റെ പേര്. എല്ലാവരും ഒരു നല്ല വരൾച്ച ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എല്ലാവരും ഒരു നല്ല വരൾച്ച ഇഷ്ടപ്പെടുന്നു. വരൾച്ച ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ട്, പക്ഷെ അതാണ് പുസ്തകത്തിൽ. അത് ലോകത്തിലെ പല ഏജൻസികളുടെയും ഫണ്ടിങ് ഉപയോഗിച്ച് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ട് രീതിയിലാണ്. വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ, സമയം കിട്ടുമ്പോൾ. പ്രത്യേകിച്ച് കുട്ടികൾ കുറച്ച് ബോറാണ്, കുറെ സ്ഥിരീകരണങ്ങളും ഒക്കെ ഉള്ളൊരു ബോറ പുസ്തകമാണ്. പക്ഷെ അത് വായിച്ച് നമ്മൾ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വായിച്ചു. അതൊന്ന് വായിക്കണം. ഈ സായിനാഥിന്റെ പുസ്തകം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളില് നടത്തിയ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടാണ്. ഇൻട്രസ്റ്റിംഗ്ലി അതിൽ കേരളത്തിൽ ഒരു ഗ്രാമം ഇല്ല. അതിനെന്താ കാരണം പറയുന്നത്? എന്തുകൊണ്ടാണ് അത്തരൊരു പഠനത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമം ഉൾപ്പെടുത്താത്തത്? ആർക്കെങ്കിലും പറയുന്നത് തോന്നിയത് പറഞ്ഞോളൂന്നേ. കേരളത്തിലെ ഗ്രാമങ്ങളെ പലതിനെയും കമ്പയർ ചെയ്യാൻ കഴിയില്ല, അത്രയും മുമ്പിലാണെന്നുള്ളതുകൊണ്ടാണ് ഉൾപ്പെടുന്നത്. വളരെ അപൂർവമായ ഒന്നോ രണ്ടോ ഗ്രാമങ്ങൾ മലയോര മേഖലയിൽ ഉണ്ടാവാം. പക്ഷേ അതിനകത്ത് മറ്റു പല സ്റ്റേറ്റുകളിൽ ഗ്രാമങ്ങളുണ്ട്. അവിടെ അന്വേഷണങ്ങൾ നടത്തിയതിൽ അതിൽ പറയുന്നത് 16 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കുടിവെള്ളം കിട്ടുന്ന ഗ്രാമം. 16 കിലോമീറ്റർ കുടിവെള്ളത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന കുറച്ച് ഉപകരണമാണ് ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അതുപോലെ പ്രൈമറി സ്കൂൾ പോലും ഇല്ലാത്ത ഗ്രാമം. പ്രൈമറി സ്കൂളാണ് നമുക്ക് LP 4ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പോലും ഇല്ലാത്ത ഗ്രാമം. ഒരു ഹൈസ്കൂളിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന ഗ്രാമം. കോളേജുകൾ എന്താണെന്ന് പോലും അറിയാത്ത ഗ്രാമം. എന്ന് വെച്ചാൽ അടുത്ത വലിയൊരു നഗരത്തിലേക്ക് പോകണം. നമ്മുടെ വലിയ നഗരം എന്ന് പറഞ്ഞാൽ പാലക്കാട് പോകാം, തൃശ്ശൂർ പോകേണ്ട എന്തെങ്കിലും 10-30 കിലോമീറ്റർ ഒരു നഗരം. അവിടുത്തെ നഗരം പറഞ്ഞാൽ 100 കിലോമീറ്റർ അവിടെയാണ് കോളേജ്. അതുപോലെ ആളോഹയിൽ വിമാനം എന്ന് പറഞ്ഞ് വളരെ കുറവാണ്. അങ്ങനെയുള്ള കുട്ടികൾ, അവിടുത്തെ കുട്ടികൾ എത്ര പേര് പഠിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും. അവിടുത്തെ കുട്ടികൾ എത്ര വരെ പഠിക്കുന്നുണ്ടാവും? ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അറിയുമോ, നിങ്ങൾക്ക് ഈ കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു വിധം പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടി പഠിച്ചവരാണ്. ഒരു തർക്കമുണ്ടോ? ഒരു വിധം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ജീവിതം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ സൗകര്യം അല്ലെങ്കിൽ ഈ ഭാഗ്യം എന്ന് വാക്കൊന്നും പിന്നെ വിശ്വാസത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ വലിയ അപകടമാണ്. എന്തായാലും അതിന് വേണ്ടി ഒരു സൗകര്യം പറയും. ഈ സൗകര്യം നിങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കുട്ടികളോടാണ് ഇപ്പോഴത്തെ ചോദ്യം. A+B നല്ല കാര്യം, വളരെ സന്തോഷം. 100% മാർക്ക് കിട്ടിയത് എല്ലാവരും സന്തോഷം. എങ്കിൽ പോലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ കഴിവുകൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പഠനം നടന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ശരി, പറ്റുമെങ്കിലും ഓക്കെ, പറ്റില്ലെങ്കിലും ഓക്കെ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിക്കുകയും കഴിവുള്ള കുറച്ചുകൂടി ഉപയോഗിക്കാനും തോന്നുന്നുണ്ടോ? വേണ്ട ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് ഭാഷ പറഞ്ഞത്. പഠിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് പഠിച്ചത്, ഇങ്ങനെ പഠിക്കുന്നത് പഠിച്ചു, എനിക്ക് പഠിക്കണമെന്നാൽ ഈ തീരുമാനിക്കും. അപ്പൊ ആ നമ്മളുടെ പൊട്ടൻഷ്യൽ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു അന്വേഷണം നിങ്ങളെ ഒന്ന് സ്വയം ആരംഭിച്ചു. കാരണം നിങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ എന്താ പറയുക പഠിക്കാനാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പഠന രീതി മാറും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്താ അറിയോ, 10ാം ക്ലാസ്സോട് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര അല്ലേ അല്ലേ എങ്ങനെയല്ലേ 1ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷ. അപ്പൊ അന്ന് വിചാരിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞ പരീക്ഷ അല്ലേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒന്നും ക്രൂഷ്യലൊന്നും അല്ലാതെ ജീവിതത്തിലെ അനുഭവങ്ങൾ ക്രൂഷ്യലാണെങ്കിൽ എല്ലാ അനുഭവങ്ങളും ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ ഇതൊന്നും ക്രൂഷ്യലല്ല. അതുപോലെ തന്നെ ഉള്ളൂ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഡിഗ്രി PG ഒക്കെ. ഇനി ഇവിടെ ഒരു തുടർച്ചയാണ്. അത് നിങ്ങൾ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ എങ്ങനെയാണ് തയ്യാറാവുക? ഒന്ന്
എന്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടോ, എനിക്ക് കിട്ടിയ ഈ സൗകര്യങ്ങൾ ഞാൻ 100% വേണ്ട, ഒത്തിരി പ്രശ്നമാണ്, 90% ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക, ഒന്നൊന്ന് ആലോചിക്കുക. ഇതിപ്പോ ഇവിടെ നിന്ന് ആലോചിക്കാൻ വേണ്ടോ, മെല്ലെ വീട്ടിൽ പോയിരുന്ന ഒഴിവുള്ള സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിക്കുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അത് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അത്രയേ ഉള്ളൂ. ചിലപ്പോൾ സമയം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പഠിക്കുന്ന രീതി മാറ്റേണ്ടി വരും, ചിലപ്പോൾ പഠിക്കാൻ മറ്റുള്ള ഒരു സഹായം തേടേണ്ടി വരും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്, എനിക്ക് അറിയില്ല. ആ രീതിയിലൊന്ന് അന്വേഷിക്കും. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ശ്രമിച്ച ഒരു കാര്യം. ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യം പറയുന്നു. പിന്നെ മറ്റൊന്ന് പറഞ്ഞില്ലേ, സ്വയം അറിയാമെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള സമയം തന്നെയാണല്ലോ. അല്ലാന്ന് പറഞ്ഞ കാര്യമൊന്നും. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? ഈ സമയത്ത് എന്താ സംഭവിക്കുക? ആർക്കെങ്കിലും പറയാം എന്താ ഈ സമയത്തിലെ പ്രത്യേകത? ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് എന്താ വലിയ പ്രത്യേകത? എന്താണ്? ഞാനായിട്ട് പറഞ്ഞത് തെറ്റുണ്ടല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി, ഞാൻ തന്നെ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് മുതിർന്നവരാകുന്ന ഒരു സ്റ്റേജ് അല്ലേ? ഇതൊരു സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ. കുട്ടികളിൽ നിന്ന് മുതിർന്നവരാകുക എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമൊന്നുമല്ല കേട്ടോ, മൃഗങ്ങളിലും ചെടികളിലും ഒക്കെ സംഭവിക്കും. എന്ന് വെച്ചാൽ പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആളുകളായി മാറുന്ന ഒരവസ്ഥ, കുട്ടികളിൽ മുതിർന്നവരാകുന്ന ഒരവസ്ഥ. ആ സമയമാണ് അല്ലേ? ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ചെടിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, സൂര്യപ്രകാശവും പിന്നെ വളവും വെള്ളവും ഒക്കെ വലിച്ചെടുത്താൽ ഇങ്ങനെ സംഭവിക്കും അല്ലേ? അതിലൊരുപാട് കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ഇത് ഈ ഒരു കുട്ടിയിൽ ഒരു മുതിർന്ന ആളാണ്? ബയോളജി പഠിക്കുന്നവരല്ലേ എന്ന് പറയും അല്ലേ? ഇത് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും ബ്രെയിനിലും ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുടെ ഫലമാണ് അല്ലേ? ഒരുപാട് ഹോർമോൺസ്, ഒരുപാട് കെമിക്കൽസ്, ഇതിന്റെയൊക്കെ വല്ലാത്ത ഒരു തരം എന്താ പറയാ, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ വാക്ക് മാറിപ്പോയി. എന്നാലും തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയാം. എന്തായാലും അതിന്റെ ഒരു വല്ലാത്തൊരു തരം പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഹോർമോണൽ ഹൈപ്പർ ആക്ടിവിറ്റി ഈ ഒരു പ്രായത്തിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇതിപ്പോ പല കുട്ടികളും വിചാരിക്കുന്നത് ഞങ്ങളോട് കൃത്യമായിട്ട് നല്ല ഫ്രസ്ട്രേഷനും നല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കുറച്ച് എഴുതി ചെയ്യും ആ ഒരു സ്റ്റേജാണ്. ഇതാണ് അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതാണ് അതിൻ്റെ ഒരു ന്യൂറോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി സംഭവിക്കുന്നത്. ഞാൻ ആ ഭാഗമല്ല പറയുന്നത്. എന്റെ താല്പര്യം എന്ന് പറയുന്നത് അതിലൊരു മാനസികതയാണ്, സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയും. അതിലൊക്കെ വലിയ ഒരുപാട് പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ ഒരുപാട് നടക്കും. അപ്പോ ഇതിലെന്താണ് മാനസികമായിട്ടുള്ള വലിയ പ്രശ്നം? ഇവിടെ ഭയങ്കര റോൾ കൺഫ്യൂഷൻ ഉണ്ട് ഇല്ലേ? കുട്ടിയല്ല വലിയ ആണോ? കുട്ടിയാണോ? ആണോ? കാരണം ചിലപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ പറയും, ഇതേപോലെ മൃഗങ്ങളുടെ പേരൊക്കെ വന്നിട്ട് പറയുന്ന പോകുന്നതാണോ കുട്ടികളെ കൂടെ കളിച്ചെടുക്കുന്നത് ഇല്ലേ? നമ്മള് കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ തോന്നുന്നു. അവർ പ്രായമാണല്ലോ. എന്താ വലിയൊരു കളിച്ചാൽ നമ്മൾ എന്തായാലും കളിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പറയും, ഇത്ര പോകുന്ന കുട്ടികളുടെ കൂടെ കളിച്ച് നടത്തുകയാണെന്ന് ചോദിക്കും. എനിക്കത് ഉത്തരവാദിത്തം ഇല്ലാതെ ഇല്ലേ? എനിക്ക് ചോദിക്കും. അപ്പൊ അവിടെ നമ്മുടെ റോളെന്താ? വലിയ ആളാണ്. ഇനി ശരി, എന്തെങ്കിലും കാര്യത്തില് നമ്മൾ കാര്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാലോ? പത്രമൊന്നും പറയില്ല. ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറയും, വലിയ ആൾക്കാർ പറയണതിന്റെ ഇടയിൽ പറയണ്ടെന്നല്ലേ. അങ്ങനെയൊന്നും പറയില്ല തോന്നുന്നു. അറിഞ്ഞൂടാ. എന്തായാലും നമ്മളെ വലിയവരായിട്ട് അംഗീകരിക്കില്ല, കുട്ടികളോട് അന്വേഷിക്കും. പിന്നെന്താ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള റോൾ കൺഫ്യൂഷന്റെ സമയമാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും? നമ്മുടെ റോളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. അതിനുള്ള വല്ലാത്തൊരു തരം തറപ്പാടിലേക്ക് അതിന്റെ പുറമെ ഈ ഹോർമോണലിന്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസ്
അപ്പൊ എന്തുണ്ടാവും? അവർ വല്ലാത്ത അസ്വസ്ഥരാണ്, സത്യം. ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെ പഠിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു പോകും. ഇത്രയും എന്തായാലും ഇനി അടുത്തതൊന്നുമല്ല, ഈ സമയത്ത് കുട്ടികളുടെ എന്താണ് അതിന് പറയുക, ശ്രദ്ധ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയാം. ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സിലേക്ക് ഇതുവരെ ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സിലേക്ക് പോകാൻ ഇല്ലേ, ഞാൻ സംഭവിക്കാറില്ല. പക്ഷെ അത് പലപ്പോഴും പാരന്റ്സ് മനസ്സിലാക്കി കേട്ടോ, പാരന്റ്സിന് അത് മനസ്സിലാക്കി. ഇന്നലെ വരെ ഞാൻ എൻ്റെ വേറെ കുട്ടിപ്പോ വിളിച്ചാൽ വരുന്നില്ല അല്ലേ. ആക്ച്വലി അതൊക്കെ എവല്യൂഷന്റെ കീഴാണ്. നമ്മൾ മനുഷ്യർ വളർന്നു വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായില്ല, സൊസൈറ്റിയായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സാധനം. എന്തായാലും ഈ ഒരു ശ്രദ്ധ വീട്ടിൽ നിന്ന് മാറി സൊസൈറ്റിയിലേക്ക് ഉണ്ടാവുമല്ലോ. ഈ സൊസൈറ്റിയിലേക്ക് പോയാൽ എന്താ കുഴപ്പം? സൊസൈറ്റി മീൻസ് ഇവിടെ തൽക്കാലം ഫ്രണ്ട്സിലേക്ക് പോയാൽ എന്താ കുഴപ്പം? ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് പോകണമെങ്കിൽ എന്താ വേണ്ടത്? അഥവാ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെങ്കിൽ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? അവർക്ക് നമ്മളെ ആക്സെപ്റ്റബിൾ ആവല്ലേ അല്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് നമ്മളെ സ്വീകരിക്കണ്ടേ, നമ്മളെ ആക്സെപ്റ്റബിൾ ആക്കണ്ടേ, വേണ്ടേ? അല്ലാണ്ട് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിനൊക്കെ എന്തൊക്കെ വേണ്ടി? ആ ഗ്രൂപ്പിന്റെ ചില രീതികൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും അല്ലേ? അങ്ങനെയല്ലേ? നല്ല രീതിയിലാണ് ശരി. ഇത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? പിയർ പ്രഷർ. കുട്ടികളുടെ ഇടയിൽ ഈ മറ്റു കുട്ടികളുടെ എന്താ പറയാ, മറ്റു കുട്ടികളൊക്കെ മോശക്കാര് നമ്മളെ കുട്ടി നല്ലത് അങ്ങനെയൊന്നല്ല കേട്ടോ. അങ്ങനെ എല്ലാ വീട്ടിലും പറഞ്ഞ പ്രശ്നം തീർക്കും ഇല്ലേ? എല്ലാ വീട്ടിലും പറഞ്ഞ പ്രശ്നം തീർക്കും. എന്റെ കുട്ടി നല്ലത് മറ്റുള്ളവരൊക്കെ മോശമാണെങ്കിൽ അതല്ല അവിടെ സംഭവിക്കുന്നത്. ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിയർ പ്രഷർ നന്നായിട്ടുണ്ട്. ഈ പിയർ പ്രഷർ രണ്ട് രീതിയിൽ എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യും, ബാധിക്കും. ഒന്ന്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ കമ്പൈൻഡ് സ്റ്റഡി നടത്തുക. എല്ലാവരും കൂടി ഇന്ന് പഠിക്കുന്ന കമ്പൈൻഡ് സ്റ്റഡി അങ്ങനെ പഠിക്കണം. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഗുണകരമായിട്ട് അല്ലേ? അത് നമ്മൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ കുറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് ഗുണം ചെയ്യും. ഇതൊക്കെ നല്ല കാര്യമാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരു എന്താ പറയുക ട്യൂട്ടോറിയൽ സിസ്റ്റം എന്ന് പറയും. 10 പേരെ ഗ്രൂപ്പാക്കുക, അതിലൊരു ഇൻചാർജ് ടീച്ചർ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വരാം. അവിടെ ഒരു ബോണ്ടിങ് വരും, അതൊക്കെ നല്ലത്. പക്ഷെ അതിന്റെ നെഗറ്റീവ് വശം എന്താ? പിയർ പ്രഷറിന്റെ ഒരു നെഗറ്റീവ് വശം ഞാൻ വേറെ പറഞ്ഞു പോകാം, ഞാൻ സംഗീതം. അതായത് പലപ്പോഴും നമ്മളുടെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാൻ സാധിക്കും. കാരണം അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. ഇപ്പൊ സാധനങ്ങളുടെ അളവ് എന്താ പറയുക, ഇതൊക്കെ കൂടിയിരിക്കുന്നു. എന്തായാലും ശരി, 10 പേരുടെ ഒരു ഗ്രൂപ്പിൽ 8 പേര് ഉപയോഗിക്കുകയും 2 പേര് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെ പ്രശ്നം വരും അല്ലേ? അവരുടെ കൂടെ കൂടാനുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് ഏത് മനുഷ്യനും ഇവിടെ സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയും. സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ ഭൂരിപക്ഷം അഭിപ്രായം ഏതാണോ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കും. തീരുമാനമല്ല, നമ്മുടെ അൺകോൺഷ്യസ് പ്രോസസ്സാണ്. അത് നമ്മൾ എടുക്കും. അതും എവല്യൂഷന്റെ ഭാഗമായിട്ടുണ്ട്. കാരണം ഒരു കൂട്ടത്തിന്റെ ഒപ്പം പോവാണ് എപ്പോഴും നല്ല, മാറി നിൽക്കാനല്ലാതാണ്. നമുക്ക് പണ്ട് കാട്ടിൽ ജീവിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യും. കുറച്ച് പേരിങ്ങനെ കാട്ടിക്കൂടെ പോകുമ്പോൾ അവർ വിചാരിക്കുകയാണ് അത് കൂടെ പോകുമ്പോൾ നല്ലത്. ഒരു ഒരാൾ തിരിഞ്ഞു പോയാൽ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ടുണ്ടായതാണ് നമ്മുടെ ബ്രെയിനിലെ എല്ലാ സാധനവും എവല്യൂഷനിലുണ്ടായി. ഈ തീരുമാനങ്ങളൊക്കെ അന്നുള്ളത് അപ്പൊ സൊസൈറ്റിയോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളിലേക്ക് പോകാൻ സാധ്യതയും. അതിപ്പോ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് മാത്രമൊന്നുമില്ല കേട്ടോ, ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോയി ഞാൻ മോശപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? പിയർ പ്രഷർ വരുമ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനെ ആര് നിർബന്ധിച്ചാലും നോ എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ഏത് കാര്യത്തിലും. ഞാൻ പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളൊന്നും പറയുന്നു. എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും നിർബന്ധിച്ചാൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്ത്
അതിനോട് നോ എന്ന് തന്നെ പറയാം. ആ നോ എന്ന് പറയാനുള്ള പരിശീലനം കൂടി ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം എന്താണ്, ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് ചെയ്യുന്നല്ല കേട്ടോ. പക്ഷെ പലപ്പോഴും ഒരുപാട് കുട്ടികൾ ഇത്തരം എന്താ പറയുക, ആദ്യം കൂട്ടുകാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും പിന്നീട് ശീലമാവുകയും പിന്നീട് അഡിക്റ്റ് ആവുകയും ചെയ്യുന്ന നിരവധിയാണ്. അഡീഷണലായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ പലപ്പോഴും 10 ആളുകൾ ആൽക്കഹോൾ ആണെങ്കിൽ 10ൽ 2 പേര് അല്ലെങ്കിൽ 4 പേര് അഡിക്റ്റ് ആവുന്നതാണ്. ബാക്കിയുള്ള കെമിക്കൽസ് ആകുമ്പോൾ പലപ്പോഴും 10ൽ 4 അല്ലാതെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളാണ് നോ എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം. നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഇഷ്ടപ്പെടാത്ത കാര്യത്തിന് ഫേമായിട്ട് നോ എന്ന് പറയാൻ പഠിച്ചേ. എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കും. പിന്നെ ഈ ഇത് മാത്രമല്ല, ഇത്തരം അഡിക്ഷനൊക്കെ വേറെ കുറേ ന്യൂറോളജി, ബ്രെയിൻ കെമിസ്ട്രി ഒക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാവണം? ഇന്നത്തെ എല്ലാവർക്കും അറിയാതെ ഉപയോഗിക്കുന്ന പ്രശ്നമാണ്. ഞാൻ കുട്ടികളോട് മാത്രമല്ല, മുതിർന്നവരോടൊക്കെ ചേർന്നത് ഇതൊക്കെ കുഴപ്പമായി. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇത് ഉപയോഗിക്കില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ പിന്നെയും അതിരിക്കണം. എന്തുകൊണ്ടാണ്? ബ്രെയിനിന് ഒരു പ്രശ്നം. ബ്രെയിനിന്റെ സ്റ്റിമുലേഷന് നമുക്കൊക്കെ സ്റ്റിമുലേഷൻ വേണം. എങ്ങനെ നമ്മൾ ഇരിക്കണം. ഈ സ്റ്റിമുലേഷന് നമ്മൾ നിന്ന് സബ്സ്റ്റൻസ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഞാനൊരു മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത്രയും വോൾട്ടേജ് കിട്ടുന്നുണ്ട്. സാധാരണ ചെറുതാണ് എന്ന് വെച്ചാൽ നമുക്ക് പക്ഷേ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂ നിൽക്കുന്നുണ്ട്, നമുക്ക് സന്തോഷം ഇല്ലേ? അതൊക്കെ സ്റ്റിമുലേഷൻ ഉണ്ടാകും. അത് നമ്മുടെ ബ്രെയിനിലൊക്കെ അങ്ങനെ ഉണ്ടാകും. വേറെ കുറെ കെമിക്കൽസ് അത് പോയി 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 ഇതൊന്നും പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് ഇരുന്നാല് ഒക്കെ വരുന്നത് പോയി 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 ഈ കെമിക്കൽ തന്നെ വേണം എന്നൊരവസ്ഥയിൽ അവിടെയാണ് നമ്മുടെ അഡിക്ഷൻ, അവിടെയാണ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ട ഒരവസ്ഥ. ഡിപെൻഡൻസ് ഉണ്ട്. ഇനി ഇതൊക്കെ ഇതിനെ അവിടെ പറയണതായിരിക്കും. നിങ്ങളാരും ഉപയോഗിച്ചിട്ടല്ല, ആരെങ്കിലും അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ചികിത്സയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ. ഇനി ഒരൊറ്റ കാര്യം, ഈ എന്താ പറയുക, ഇപ്പൊ വലിയൊരു പരാതി എന്താണെന്ന് അറിയും. പൊതുവേ ഒന്ന് ഞാൻ പറയുന്നത് മൊബൈലിൽ നേരത്തെ വെച്ച നേരില്ല. അതിൽ കോവിഡിനെ കിട്ടുമോ അല്ലേ? കോവിഡിന് ശേഷമാണ് സാർ ഈ പ്രശ്നമൊക്കെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ ആരും മൊബൈൽ വാങ്ങിച്ചിട്ടില്ലാതെ മൊബൈലിൽ നിർബന്ധമായിട്ടാണ് വാങ്ങിയത്. അതുപോലെ കണ്ടുപിടിക്കുകയും കൊടുത്തു, ശരിയല്ലേ, അത് ഉപയോഗിച്ചു. അപ്പൊ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പലപ്പോഴും ഒരു ഡിപെൻഡൻസി വരുന്നുണ്ടോന്നോ? മൊബൈലൊക്കെ നല്ലത് തന്നെയാണോ? കേട്ടോ, മൊബൈലിന് വേണ്ട, പേപ്പർ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും കുറച്ച് നോക്കിയാണെങ്കിൽ അല്ലേ? സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ഇവിടെ റെക്കോർഡ് ചെയ്ത് വരാം. എല്ലാ സൗകര്യത്തിനകത്തും ഇത് ഉപേക്ഷിക്കാനും പറ്റില്ല കേട്ടോ. പറ്റുമോ? പണ്ടൊരു കഥയുണ്ട്. ഇവിടെ ഓടി തുടങ്ങിയ കാലത്ത് ആൾക്കാരെ കൂടെ വരുമ്പോൾ റാങ്കിന്റെ അടുത്ത് ഓടി മാറി പറഞ്ഞ കുറെ കഥ. അതുപോലെ ഓരോ സാധനങ്ങൾ വന്നു. പണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ, കമ്പ്യൂട്ടർ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ഇല്ലേ? കമ്പ്യൂട്ടർ നമുക്ക് എന്തൊക്കെ പറഞ്ഞിരുന്നു. കാണുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടർ വയ്ക്കണം, കുട്ടികൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് അല്ലേ? ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരല്ല, എന്നെ കുറച്ചുകൂടെ കാലത്ത് നല്ല ഓർമ്മ. ഇപ്പൊ നമ്മൾ പറഞ്ഞ നല്ല കാര്യം നമ്മളെ മൊബൈലിൽ കിടക്കുന്നതാണ് ഈ സാധനം അല്ലേ? ഇത്രയും തൊട്ടേ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ വല്ലാതെ ഡിപ്പെൻഡന്റ് ആവുന്നുണ്ടോ എന്നൊന്നും ആലോചിച്ചു. കുട്ടികൾ പഠിക്കാനിരുന്ന് നല്ലതാണ്, ഉപയോഗിക്കണം. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് പ്രശ്നമാവുന്നുണ്ട്. എങ്ങനെയാണ് പ്രശ്നമാവുന്നത്? 5 ചോദ്യം ചോദിക്കും. നിങ്ങൾ ആരും ഇവിടെ കൈ കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിന്റെ ഉത്തരത്തിന് മറുപടി പറയണം. വീട്ടിൽ പോയി ആലോചിച്ചു. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്ന അധികമാണെന്ന് തോന്നിയിട്ടുണ്ട്? ആദ്യത്തെ ചോദ്യം. മറുപടി പറയണം ഞാൻ പറഞ്ഞില്ലേ? അതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല എന്നാണെങ്കിൽ പിന്നീട് ഉത്തരം പറയണം. അല്ല, ഉത്തരം എഴുതണ്ട. ഉണ്ട് എന്നാണെങ്കിൽ അവിടെ കഴിക്കും. രണ്ടാമത്തേത്, അങ്ങനെ കുറയ്ക്കാൻ നോക്കുമ്പോൾ കുറയ്ക്കാൻ പറ്റാതെ ഓടുന്നു.
എനിക്ക് കൂടുതലാണല്ലോ ഉപയോഗിക്കുന്നത്, കുറയ്ക്കണമെന്ന് വിചാരിച്ചു, നാളെ ഞാൻ എന്തായാലും ഉപയോഗിക്കില്ല. പക്ഷെ വൈകുന്നേരം പിന്നെയും സ്ക്രീൻ ടൈം അതുപോലെ തന്നെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്തൊരവസ്ഥ. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോയാൽ നമ്മൾ ഡിസ്റ്റർബ് ആവുന്നു. ഏജില്ലെങ്കിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോയാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, കുട്ടികളാവുമ്പോൾ നമ്മളുടെ ഈ ഗാഡ്ജറ്റ് ആരെങ്കിലും വാങ്ങി വെച്ചിട്ട് തിരിച്ചു തരുന്നു. ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ നമ്മൾ ശരിക്കുള്ളത് ഇത്രയും നാലായില്ലേ. അഞ്ചാമത്തേത്, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ. ഈ 5 ചോദ്യത്തിൽ 3 യെസ് ആണെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് ഇത് ഇതിന് മാത്രമല്ല, എല്ലാറ്റിനും ബാധിക്കും. മദ്യപാനത്തിലാവട്ടെ, ഡ്രഗ്സിലാവട്ടെ, എന്ത് അഡിക്ഷനാവട്ടെ. ഈ ഒരു 5 ക്വസ്റ്റ്യനാണ് സ്ക്രീനിങ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഇത് നമ്മൾ നോക്കുക. കുറച്ച് പേര് ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ കിടന്ന തോന്നുന്നൊക്കെ പറഞ്ഞു. അവരുടെ കാര്യം ഇനി അത് എന്താ ചെയ്യരുത് പറഞ്ഞിട്ടൊരു കാര്യമൊന്നും. നമ്മളൊക്കെ പറയും എന്താ പറയുക, മൊബൈൽ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എന്താ കൂടുതൽ ഉപയോഗിക്കരുത്, ഉറക്കത്തിനെ ബാധിക്കും. ഓക്കെ, ഇനി നമ്മളെ ഏറെ ബാധിക്കുന്നതിന് പറഞ്ഞ് ഞാൻ നിർത്താറ്. ഒന്ന്, നമുക്ക് ആ കൂടി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. രണ്ടാമത്, നമ്മൾ ഉറക്കത്തിനെ ബാധിക്കും. നമ്മളുടെ സോഷ്യൽ വിഡ്രോവൽ കിട്ടും. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാറാണ്. നമ്മൾ ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാറാണ്. ഇങ്ങനെയൊക്കെയാണ് ബാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ ചിന്തകൾ കൂടി ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ചാവും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നതാണ് എന്താണ് ചെയ്യാൻ. ഒന്ന്, നിങ്ങൾ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. കൃത്യമായിട്ട് ഇടവേളകൾ വെച്ചുകൊണ്ട് മാത്രം ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉപയോഗം. രണ്ടാമത്തേത്, ആദ്യത്തെ സ്റ്റേജിൽ വെച്ചാൽ മോണിറ്റർ ചെയ്യുക, എത്ര നേരം ഉപയോഗിക്കുക. രണ്ടാമത്തെ, കൃത്യമായ ഇടവേളകൾ തീരുമാനിക്കുക എന്നിട്ട് നോക്കുക. മൂന്നാമത്തേത്, നമുക്ക് എന്ത് പറ്റുകയെന്ന് നമുക്കൊരു പ്രൊഫഷനിലേക്ക് എടുക്കാം. സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണാം. ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മുഖമാണ് ഒത്തിരി പ്രശ്നമില്ലേ. ഈ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, സൈക്കോളജിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലേ. പലപ്പോഴും ഞാൻ ടീച്ചർമാരൊക്കെ പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യം ഉദ്ദേശിച്ച് പറഞ്ഞാലേ, പലപ്പോഴും പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് മറ്റായിരുന്നു അതുപോലെ ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൗൺസിലിംഗിന് വിടുമെന്നാണ് എൻ്റെ ഒരു ശിക്ഷ. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് എന്തോ വളരെ ഭീകരമായ ഒരു കാര്യമാണെന്നും അതെന്തോ വലിയൊരു ശിക്ഷയാണെന്നും ഒക്കെ ഉള്ള ഒരു നിലപാട് പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവരുന്നത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞു, നമുക്ക് പിന്നെ നമ്മളൊരു ചെസ് ഗെയിം വന്നിട്ടായി ചെസ് ഗെയിം വന്നിട്ടായി വേഗം പറയുള്ളൂ. എന്താ ചെസ് ഗെയിം വന്നിട്ട് കാർഡിയോളജിസ്റ്റ് അല്ലേ, കാർഡിയോളജിസ്റ്റ് EEG എടുക്കും, എന്താ പറയുക ചവച്ച്, അല്ല എന്താ പറയുക ECG എടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് മരുന്ന് തന്നാൽ കഴിക്കുമോ? ഓക്കെ. വീട്ടിലാരെങ്കിലും വന്നാൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയൂ അല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇന്ന മരുന്നാണ്, നല്ല ഡോക്ടറാണ്. ഓക്കെ. ഷുഗർ ഉണ്ടെങ്കിലോ അപ്പോൾ ഇതൊക്കെ ചെയ്യും അല്ലേ. പനി വന്നാലോ അപ്പോൾ ചെയ്യും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം എന്താണ്, ഇത്രയൊക്കെ നമ്മൾ ആധുനിക സമൂഹമാണ്, ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ, മാനസികമായ അസ്വസ്ഥതകൾ ഒരു മനുഷ്യൻ ഉണ്ടാവാം എന്നത് ഇപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നില്ല. അതെന്തോ ഭീകരമായ പ്രശ്നമാണ് അല്ലേ. നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാവാം. കാരണം മനസ്സ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല കേട്ടോ. മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മാത്രമാണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറെ കെമിക്കൽസ്, ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യം എല്ലാം കൂടി ഉണ്ടാക്കിയതാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നേ. ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും സഹിക്കണം. അപ്പൊ അതിന് മാനസികമായ അസ്വസ്ഥതകൾ വന്നാൽ മറ്റേത് അസുഖത്തെ പോലെ തന്നെയും മറ്റു അസ്വസ്ഥതകളെ പോലെ തന്നെ ചികിത്സിക്കണം. സൈക്കോളജിസ്റ്റിനെയോ അതുവരെ വലിയ കുഴപ്പമില്ല എന്നായിരുന്നു. അതുവരെ വലിയ കുഴപ്പമില്ല. സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളെ പ്രശ്നം അല്ലേ. നമ്മളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കില്ല. അത് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും പറയാം.
പക്ഷെ ചെന്നാലുള്ള താല്പര്യം സൈക്യാട്രിസ്റ്റിലേക്ക് റെഫർ ചെയ്ത് കാരണം നമുക്ക് ഭയങ്കര വിവരമാണല്ലോ അല്ലേ? നമ്മളുടെ എല്ലാ ആൾക്കാരും നമ്മളെ പ്രതീക്ഷിച്ചു ആ മരുന്നൊന്നും കഴിക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ് അല്ലേ? അത് കഴിച്ചാൽ എന്നിട്ട് ബ്രെയിനൊക്കെ പ്രശ്നവും അതാണ് ഇതാണ്. എന്നിട്ട് മരുന്ന് കഴിക്കാതെ ബുദ്ധിമുട്ടായ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. പഴയ രീതിയിലുള്ള മരുന്നുകളൊന്നുമല്ല, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽസിന്റെ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബഹുഭൂരിപക്ഷം അസ്വസ്ഥതകൾ, ഞാൻ അസുഖം പോലും പറഞ്ഞില്ല കേട്ടോ, ബഹുഭൂരിപക്ഷം അസ്വസ്ഥതകൾ വളരെ ചെറിയ കാലയളവിൽ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റും. അപ്പൊ അതുകൂടി നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് പറയണം. നമുക്ക് പലപ്പോഴും വരാതെ ബുദ്ധിമുട്ട് വരാം, ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള സഹായം വേണമെങ്കിൽ അത് എടുക്കുന്നതിൽ പഠിക്കരുത്. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുക എന്ന് പറയാൻ ഒരാളാവശ്യമായത് എടുക്കുന്നതിനുള്ള കുഴപ്പം, അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് നിങ്ങളെല്ലാം നന്നായി പഠിച്ചു നല്ല മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനയിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയ അവസരം കിട്ടാത്ത നിറയെ ആളുകൾ ഇന്ത്യയിലും ലോകത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുമ്പോൾ ഈ കിട്ടിയ അവസരം ഫലപ്രദമായി, കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ ഒന്ന്, ഈ സമയത്ത് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു ട്രാൻസിഷൻ പീരിയഡാണ്. ഇത് കഴിയുമ്പോൾ അത് മെല്ലെ മെല്ലെ പോകും. ഇത് വിചാരിച്ചിട്ടുള്ള വിഷമിക്കൊന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. കാരണം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, ഡെവലപ്മെന്റിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മുടെ ശ്രദ്ധ കുടുംബം എന്നതിൽ നിന്ന് സമൂഹത്തിലേക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.